കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയുടെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ്. ഈ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. സക്സസ് സ്റ്റോറിയുടെ 101 എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 100ാം എപ്പിസോഡിൻ്റെ ആഘോഷം ഒക്ടോബർ 2 കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ഫെസ്റ്റിവ 24 എന്ന പേരിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി 101ാം എപ്പിസോഡിലാണ് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംബ്ലാനി നമ്മോടൊപ്പം ചേരുന്നത്. ബിഷപ്പിനെ കേരള സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരിക്കൽ ശശി തരൂർ MP തലശ്ശേരി അതിരൂപത ആസ്ഥാനം സന്ദർശിക്കുകയുണ്ടായി. അന്ന് ബിഷപ്പ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വിശ്വപൗരൻ എന്നാണ്. അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്, ഞാൻ 23 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൂ, 40 പുസ്തകങ്ങളും നിരവധി പ്രഭാഷണങ്ങളും അതിലേറെ അറിവുകളുമുള്ള മാർ ജോസഫ് പാംബ്ലാനിയാണ് യഥാർത്ഥത്തിൽ വിശ്വപൗരൻ എന്നാണ് അദ്ദേഹം അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അത്രയേറെ 40 പുസ്തകങ്ങളുടെ രചയിതാവാണ്, പ്രഭാഷകനാണ്, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളോട് എന്നും കൃത്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അതുപോലെ തലശ്ശേരി അതിരൂപതയുടെ സമസ്ത മേഖലകളുടെയും ചെറിയ സമയം കൊണ്ട് നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം ആർച്ച് ബിഷപ്പിനും സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. പിതാവ്, ഈ സക്സസ് സ്റ്റോറിയിൽ 101ാമത്തെ അതിഥിയാണ്. വ്യത്യസ്ത മേഖലകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മുൻ DGP KJ ജോസഫ് സാറിൽ തുടങ്ങി IAS-കാർ, IPS-കാർ, പൊളിറ്റീഷ്യൻസ്, ശാസ്ത്രജ്ഞന്മാർ, പൈലറ്റുമാർ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ ആളുകൾ ഇതിൽ വന്നുപോയി. ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ വലിയ മറ്റം ഒരിക്കൽ വന്നിട്ടുണ്ട്. നിലവിലുള്ളൊരു ആർച്ച് ബിഷപ്പ് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പിതാവിന് ഏറെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ സക്സസ് സ്റ്റോറി 101ാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എൻ്റെ ആദ്യ ചോദ്യം തന്നെ ഈ തലശ്ശേരി അതിരൂപത, അതിൻ്റെ ഒരു ആർച്ച് ബിഷപ്പ്, ക്രൈസ്തവ വിശ്വാസികൾക്ക് എന്താണ് ഈ രൂപത എന്ന് പറയാം, ആർച്ച് ബിഷപ്പ് എന്താണെന്ന് പറയാം. സാധാരണ മനുഷ്യർ അത് പല തലത്തിലാണ്. അവരുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഒരു ചോദ്യമാണ്, ആർച്ച് ബിഷപ്പ് പദവി അതെങ്ങനെയാണ് ആ പദവിയിലേക്ക് ഒരാൾ രൂപപ്പെടുന്നത്, എത്തുന്നത്? കത്തോലിക്ക സഭയിൽ റോമ മാർപ്പാപ്പയാണ് എല്ലാത്തിൻ്റെയും പരമാധികാരിയായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ കീഴിൽ വിവിധ രാജ്യങ്ങളിലായിട്ട് സഭ വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. ഓരോ രാജ്യത്തിലെയും ജനങ്ങളെ വിവിധ രൂപതകളായി തിരിച്ചാണ് സഭയുടെ ഭരണക്രമം എന്ന് പറയുന്നത്. അപ്രകാരം വിവിധ രൂപതകളായി തിരിക്കുമ്പോൾ ആ രൂപതകളിൽ ചില രൂപതകളെ ചേർത്ത് 4, 5 രൂപതകളെ ചേർത്ത് ഒരു രൂപതയെ അതിൻ്റെ അധ്യക്ഷ പദവിയുള്ള രൂപതയായിട്ട് ചിത്രീകരിക്കും. അങ്ങനെ അത്തരം രൂപതകളെയാണ് അതിരൂപത എന്ന് പറയുന്നത്. അതിരൂപതയുടെ കീഴിൽ മറ്റ് രൂപതകളുണ്ടാകും. ആ രൂപതകളിലെ മെത്രാന്മാർക്ക് അതത് രൂപതകളിൽ സ്വയം ഭരണാവകാശമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും സുപ്രധാന കാര്യങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്രകാരം തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ മാനന്തവാടി, താമരശ്ശേരി, ഭദ്രാവതി, ബെൽത്തങ്ങാടി, മാണ്ഡ്യ രൂപതകൾ നിലകൊള്ളും. 5 രൂപതകൾ. അപ്പോൾ ഈ 5 രൂപതകളുടെയും അതിരൂപത തലശ്ശേരി അതിരൂപതയാണ്. ഈ മലബാറിൻ്റെ സമഗ്രമായ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു വിശ്വാസ സമൂഹമാണ് ക്രൈസ്തവ സഭയും അതിൻ്റെ മേലധ്യക്ഷന്മാരും. പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണിയുക എന്ന ഒരു ആശയം തന്നെ നടപ്പിലാക്കി. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രസ്ഥാനങ്ങൾക്കാണ് ഈ രൂപത നേതൃത്വം നൽകുന്നത്? 1930-കൾ മുതലാണ് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം ആരംഭിക്കുക. അന്ന് മലബാർ പ്രദേശം എന്ന് പറഞ്ഞാൽ ഏതാനും ടൗണുകളിൽ മാത്രം മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു ജീവിതക്രമമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മലയോരങ്ങളിലേക്ക് മനുഷ്യരുടെ ഒരു വലിയ കുത്തൊഴുക്ക് സംഭവിച്ചത് ഈ മലബാർ കുടിയേറ്റത്തിൻ്റെ ഫലമായിട്ടാണ്. ഈ കുടിയേറ്റ ജനത കടന്നുപോയ വഴികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അവർ ആ കാലത്ത് ഇവിടെ ജന്മികളുടെ ഭൂമിയാണ് മലബാറിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. പ്രധാനമായും 2 ജന്മിമാരായിരുന്നു ഈ മലബാർ മുഴുവനും കൈവശം വെച്ചിരുന്നത്, ഈ കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങൾ. ആ ജന്മികളുടെ ഭൂമിയാണ് വാസ്തവത്തിൽ കർഷകർ വാങ്ങിയെടുത്തത് എന്നുള്ളതാണ് സത്യം.
അതിവിടെ വനഭൂമി വെട്ടിത്തെളിച്ച് ഫോറസ്റ്റ് ഇല്ലാതാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആളുകൾ പറയാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് വസ്തുതാവിരുദ്ധമാണ്. കാരണം ഈ ജന്മിമാർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് വാസ്തവത്തിൽ പണം കൊടുത്ത് ഇവർ കൈവശപ്പെടുത്തുകയും ഇത് കൃഷിഭൂമിയാക്കി മാറ്റുകയും ചെയ്തത്. മലബാറിൻ്റെ വളർച്ചയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ സമഗ്ര വളർച്ചയിൽ ഈ മലബാർ കുടിയേറ്റം വഹിച്ച പങ്ക് ശരിയായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ നാണ്യവിളകളുടെ ഉൽപ്പാദനം ഈ പ്രദേശത്തെ മുഴുവനും വാസയോഗ്യമാക്കി മാറ്റിയത്, ഇങ്ങോട്ടേക്കുള്ള റോഡുകൾ, പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടത് എല്ലാം വാസ്തവത്തിൽ ഈ കുടിയേറ്റ ജനതയുടെ, വിശിഷ്യ തലശ്ശേരി അതിരൂപതയുടെ ആദ്യ മെത്രാനായിരുന്ന അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിൽ, ആദ്യകാല വൈദികരുടെ നേതൃത്വത്തിലാണ്. മലബാറിലെ ഇപ്പോൾ കാണുന്ന ഈ റോഡ് ശൃംഖലകളിൽ ഒരു 60% ഇപ്രകാരം നിർമ്മിക്കപ്പെട്ട റോഡുകളാണ് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ കുടിയേറി വന്ന ജനത അവരുടെ ആരാധനാലയങ്ങൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിച്ചു. കാരണം അവർ തിരുവിതാംകൂറിൽ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പഠനം തുടരേണ്ടതൊരാവശ്യമായി വന്നപ്പോൾ അവർ ആരാധനാലയങ്ങളുടെ ഒരു ഭാഗം ആരാധനയ്ക്ക് വേണ്ടി മറച്ചു സൂക്ഷിക്കുകയും ശേഷിക്കുന്ന ആളുകൾ നിൽക്കുന്ന ഭാഗം മുഴുവനും സ്കൂളുകളായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരംഭത്തിലെ തുടർച്ച. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നുള്ളതല്ല, മലബാറിലെ ശൈലി ആരംഭത്തിൽ പള്ളിയും പള്ളിക്കൂടവും ഒന്ന് തന്നെയായിരുന്നു. അപ്രകാരമാണ് ഇവിടെ വളർന്നു വന്നത്. ആ രീതിയിൽ വളർന്നു വന്നപ്പോൾ നമുക്കറിയാം, ഇന്ന് താമരശ്ശേരി, മാനന്തവാടി, അതുപോലെ കർണാടകയിലെ 3 രൂപതകളിലുമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തുടക്കം കുറിക്കുന്നത് അഭിവന്യ വള്ളോപ്പള്ളി പിതാവിൻ്റെ ദീർഘവീക്ഷണവും ക്രാന്തദർശനവും പിതാവിനോടൊത്ത് അധ്വാനിച്ച വൈദികരുടെ സമർപ്പണ ബുദ്ധിയുമാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് ഓരോ രൂപതകളിലുമുള്ള എണ്ണം കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പോൾ തലശ്ശേരി ഈ രൂപതയ്ക്കുള്ളിൽ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ എയ്ഡഡ് സ്കൂളുകളായിട്ട് 92 സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളായിട്ട് ഏകദേശം 60ഓളം സ്കൂളുകൾ ഈ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സന്യാസ സമൂഹങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതായിട്ടുണ്ട്. രൂപതയ്ക്ക് പ്രധാനമായുമുള്ള എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് നിർമ്മലഗിരി കോളേജാണ്. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ അത് ഇപ്പോൾ A++ അക്രഡിറ്റേഷൻ നാക്കിൽ ലഭിച്ചതും ഓട്ടോണമസ് പദവിയിലേക്ക് നീങ്ങുന്നതുമായൊരു കോളേജാണ്. അതുപോലെ തന്നെ രൂപതയ്ക്ക് മറ്റ് 3 സ്ഥലങ്ങളിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. പൈസക്കരി, ആലക്കോട്, വെള്ളരിക്കുണ്ട് പ്രദേശങ്ങളിലായിട്ട് സന്യാസഭകൾ നടത്തുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വീണ്ടുമുണ്ട്. അതോടൊപ്പം തന്നെ രൂപത നേരിട്ട് നടത്തുന്ന ഒരു എൻജിനീയറിംഗ് കോളേജ്, അതുപോലെ MBA കോളേജ് ഒക്കെയും ചെമ്പേരി വിമൽ ജ്യോതി ക്യാമ്പസിലുണ്ട് എന്നുള്ളതാണ് സത്യം. രൂപത കർണാടകത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് രൂപത വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആതുര ശുശ്രൂഷ രംഗത്ത് രൂപതയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ ആരംഭം മുതലേ കഴിഞ്ഞിരുന്നു. വിവിധങ്ങളായ ഡിസ്പെൻസറികൾ സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. രൂപത നേരിട്ട് ആരംഭിച്ചത് 1960കളിൽ ആരംഭിച്ച സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാലാണ്. അത് കൂടുതൽ വിപുലമായി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി അടുത്ത കാലത്ത് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയോര ജനതയുടെ ചികിത്സാ ആവശ്യങ്ങളെ ഒട്ടൊരു പങ്ക് നിറവേറ്റുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിലുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ MSJ സിസ്റ്റേഴ്സിൻ്റെ വകയായി ചെറുപുഴയിൽ ഹോസ്പിറ്റലുണ്ട്. രൂപതയുടെ തന്നെ ഒരു ഹോസ്പിറ്റൽ ചെമ്പേരിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം മലയോരത്തെ
ഈ പറയുന്ന ആതുര സേവന രംഗത്ത് സഭയുടെ വളരെ നിർണായകമായ ഒരു സാന്നിധ്യവും സ്വാധീനവും ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ സിസ്റ്റേഴ്സ് പെരുമ്പുന്നയിൽ ഒരു ആശുപത്രി വളരെ ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. ഇനിയും മറ്റ് ചില സൗകര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ രൂപതയുടെ ഭാവി പദ്ധതിയിലുണ്ട് താനും. രൂപത ഇപ്രകാരം ആതുര സേവന രംഗത്ത് നിലയുറപ്പിക്കുന്നതിൻ്റെ കാരണം ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചികിത്സ ഒരു കച്ചവടം മനോഭാവത്തോടെ നടത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുമ്പോൾ ചികിത്സയുടെ മേഖലകളിൽ ഈ ജീവകാരുണ്യ മനസ്സ് കൈമോശം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആതുര ശുശ്രൂഷയുടെ. പിന്നെ ഒരു ചോദ്യം, ഈ രൂപതയുടെ ഒരു ഭരണക്രമം എങ്ങനെയാണ്? ഈ രൂപത ആസ്ഥാനം എന്ന് പറയുമല്ലോ, ഈ ആസ്ഥാനത്തിരുന്നു കൊണ്ട് ഇതിൻ്റെ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ്? കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വിവിധ സഭകൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ 97% ലത്തീൻ സഭയാണ് ആഗോള സഭയിൽ പരിഗണിക്കുമ്പോൾ. അതുകൂടാതെ 23 പൗരസ്ത്യ സഭകളുണ്ട്. ഈ 23 പൗരസ്ത്യ സഭകളിൽ ആളുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ഏറ്റവും ശക്തമായ സഭ എന്ന് പറയുന്നത് സിറോ മലബാർ സഭയാണ്. ആ സിറോ മലബാർ സഭയുടെ ഭാഗമാണ് തലശ്ശേരി അതിരൂപത എന്ന്. അപ്പോൾ ഇതിൻ്റെ ഭരണക്രമം നോക്കിയാൽ റോമ മാർപ്പാപ്പ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇതിൻ്റെ എല്ലാം പരമാധികാരിയായ വ്യക്തി എന്ന് പറയും. പൗരസ്ത്യ സഭകളുടെ കാര്യം നോക്കുന്ന ഒരു കാര്യാലയം, ഒരു മന്ത്രാലയം മാർപ്പാപ്പയ്ക്കുണ്ട്. അതാണ് റോമിലെ പൗരസ്ത്യ തിരുസംഘം എന്നറിയപ്പെട്ടിരുന്ന ആ കാര്യാലയം. ആ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി പിതാവാണ്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് സിറോ മലബാർ സഭ ഉള്ളത്. അതേസമയം ഓരോ വ്യക്തിസഭയും സ്വതന്ത്ര സഭയായതുകൊണ്ട് അതിന് ഒരു തലവൻ ഉണ്ടാകും. ആ സഭയുടെ പിതാവും തലവനുമായി ഒരാളെ പരിഗണിക്കും. സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ വ്യക്തിയെയാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ 2 മേജർ ആർച്ച് ബിഷപ്പുമാരുണ്ട്. ഒന്ന് സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലീമീസ് പിതാവ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ്. ഈ സാധാരണ മേജർ ആർച്ച് ബിഷപ്പുമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർക്ക് മാർപ്പാപ്പ കർദിനാൾ പദവി നൽകും. അത് തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്നതല്ല, അത് പരിശുദ്ധ പിതാവ് നൽകുന്ന ഒരു ആദര പദവി മാത്രമാണത്, കർദിനാൾ എന്ന് പറയും. അപ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലാണ് ബാക്കി എല്ലാ സഭാ സംവിധാനങ്ങളും ഇവിടെ ഈ സിറോ മലബാർ സഭയുടെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ രൂപതയ്ക്ക് കേരളത്തിൽ ഉള്ളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ഷിക്കാഗോ, മെൽബൺ, അതുപോലെ ഗ്രേറ്റ് ബ്രിട്ടൻ, കാനഡയിലെ മിസ്സിസാഗ, അതുപോലെ റോം കേന്ദ്രമായ യൂറോപ്പ് മുഴുവനും വേണ്ടിയുള്ള ഭരണ സംവിധാനം, ഇതെല്ലാം കൂടി ചേർന്ന 35 രൂപതകളും ഒരു അപ്പസ്തോലിക് വിസിറ്റേഷനും ചേർന്നതാണ് സിറോ മലബാർ സഭ. ആ സഭയുടെ തലവനാണ് റാഫേൽ തട്ടിൽ പിതാവ്. കേരളമാണ് അതിൻ്റെ ആസ്ഥാനം. ഈ സഭയുടെ ആസ്ഥാനമായി കരുതുന്നത് മൗണ്ട് സെന്റ് തോമസ് എന്ന് വിളിക്കപ്പെടുന്ന എറണാകുളത്ത് കാക്കനാടുള്ള കാര്യാലയമാണ് ഈ സഭയുടെ ആസ്ഥാനം. തലശ്ശേരി അതിരൂപത അതിന് കീഴിലുള്ള അതിരൂപത ആസ്ഥാനം. ഇവിടുത്തെ ഭരണക്രമത്തിൽ പിതാവിൻ്റെ, അത് കഴിഞ്ഞ് വികാരി ജനറൽ, ചാൻസലർ, ഇങ്ങനെ കുറേ പദവികളില്ലേ, അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഒരു രൂപതാ ഭരണ സംവിധാനത്തിൽ രൂപതാധ്യക്ഷൻ അഥവാ അതിരൂപതാധ്യക്ഷൻ അദ്ദേഹമാണ് കാനൻ നിയമപ്രകാരം ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒന്നാമനായ വ്യക്തി. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് വികാരി ജനറൽമാരാണ്. വികാരി ജനറൽമാർക്ക് കാനൻ നിയമം അനുസരിച്ച് പ്രോട്ടോ സിഞ്ചല്ലൂസ് എന്നാണ്. സിഞ്ചല്ലൂസ് അതേതാ ഭാഷ ഏതാണ്? അത് ലത്തീൻ ഭാഷയാണ്. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നാമൻ.
പല വികാരി ജനറൽമാരുണ്ടാകും. അവരുടെ തലവനെയാണ് പ്രോട്ടോസിഞ്ചല്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമാണ്, വികാരി ജനറൽമാർ. മറ്റ് വികാരി ജനറൽമാരെ സിഞ്ചല്ലൂസ് എന്ന് വിളിക്കും. അത് അവർക്ക് ഇവരെ ഓരോരുത്തരും ഓരോ വിഭാഗങ്ങളാണ്. ഇവർക്ക് എന്താണ് ചുമതല? ഇവരുടെ ചുമതല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടവകയുടെ ഭരണങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളത് ഒരാളുടെ ചുമതലയാകും. ഒരാളുടേത് വിദ്യാഭ്യാസ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാകും. മറ്റു ചിലരുടേത് ഈ ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങൾ, വൈദിക ക്ഷേമം, അതുപോലെ പ്രായമായ വൈദികരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ രൂപതയുടെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് വിഭജിച്ച് നൽകും എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ള പോസ്റ്റ് എന്താണ്? അതുപോലെ തന്നെ രൂപതയുടെ ഒരു ഔദ്യോഗിക കറസ്പോണ്ടൻ്റ് എന്ന് പറയുന്നതാണ് ചാൻസലർ പദവി. ചാൻസലർ എന്ന വാക്കിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് രൂപതയെ മറ്റ് സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കും. ഇപ്പം റോമിൽ മാർപ്പാപ്പായുമായുള്ള കറസ്പോണ്ടൻസുകൾ, അതുപോലെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യാലയവുമായുള്ള കറസ്പോണ്ടൻസ്, അതുപോലെ രൂപതയിൽ നിന്ന് വൈദികർക്ക് നൽകുന്ന ഡിക്രികൾ, ഇവയെല്ലാം ചാൻസലർ കൂടി ഒപ്പിടേണ്ടതാണ്. അപ്രകാരം ചാൻസലറുടെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടിയാണ് രൂപതാധ്യക്ഷൻ്റെ ഒപ്പ്. അതായത് അപ്രകാരം ചാൻസലർക്കൊരു പ്രത്യേക പദവി ഈ ഭരണ സംവിധാനത്തിലുണ്ട് എന്നുള്ളത്. ചാൻസലറെ സഹായിക്കാൻ വൈസ് ചാൻസലർ ഉണ്ടാവും. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും ഈ ഭരണ സംവിധാനത്തിൽ. പ്രൊക്യുറേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ? പ്രൊക്യുറേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം വാസ്തവത്തിൽ ഫൈനാൻസ് ഓഫീസറാണ്. സാമ്പത്തികം നോക്കുക. പ്രൊക്യുറാരെ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ പരിപാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരിപാലകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ഈ അരമന കോടതി എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു കോടതി ഉണ്ടോ? അവിടെ ഒരു ജഡ്ജ് ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനം എങ്ങനെയാണ്? പലപ്പോഴും ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഞാൻ അരമന കോടതിയിൽ പോവുകയാണെന്നൊക്കെ. യെസ്, അരമന കോടതി എന്ന് സാധാരണ മനുഷ്യർ പറയുന്നത് ഒരു ട്രിബ്യൂണലാണ്. അത് ആ ട്രിബ്യൂണലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ്. ഇതൊരു നമുക്കറിയാം, ഇന്നിപ്പോൾ വിവാഹം വേർപെടുത്തുക എന്ന് പറയുന്നത് കുടുംബ കോടതി വഴിയും സിവിലായിട്ട് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയ അല്ലെങ്കിൽ വേർപെട്ട് കഴിഞ്ഞാൽ അവർക്ക് വിവാഹം വേർപെട്ടു. പക്ഷെ അവർ വീണ്ടും വിവാഹിതരാകണം എന്നുണ്ട് എങ്കിൽ സഭാപരമായി ആ വിവാഹം വേർപെടുത്തേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമമാണ്. വേറെ കാര്യമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വിവാഹം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സഭയിൽ വിവാഹമോചനം ഇല്ല. അതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. ദൈവം യോജിപ്പിച്ചതാണ്, അതിനെ മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അപ്പൊ മാനസികമായിട്ട് അകന്നാലും കാലാകാലം ഒരുമിച്ച് പോകണമെന്നാണോ? അതായത് അങ്ങനെ കേൾക്കുന്ന പ്രേക്ഷകൻ ആലോചിക്കുമല്ലോ. യെസ്, അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുവെങ്കിൽ അവരിവിടെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോഴെന്താണ് വിവാഹം എന്നുള്ളത്? വിവാഹം അസാധുവായി പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ വേണ്ടത്ര അറിവോ ഒരുക്കോ പരസ്പരം മനസ്സിലാക്കാതെ എടുത്ത തീരുമാനമാണ് ഈ വിവാഹം. അതിനാൽ ഈ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കും. അത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സിവിൽ മോചനമില്ല. ഇല്ല, വിവാഹം അസാധുവായി ചുമതലയിരിക്കുന്ന വൈദികൻ തന്നെയാണ്. അതെ. അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണ്? അദ്ദേഹം കാനൻ നിയമത്തിൽ ഉപരിപഠനം നടത്തിയിട്ടുള്ള, സാധാരണഗതിയിൽ റോമിൽ നിന്ന് കാനൻ നിയമത്തിൽ PhD എടുത്തിട്ടുള്ള ഒരു വൈദികനായിരിക്കും അത് കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി, ഇപ്പം ഏതൊരു കേസും വിചാരണ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കുന്ന ആൾ കാണും, മറുകക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന ആൾ കാണും. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നോട്ടറികൾ ഉണ്ടാവും. അപ്രകാരം ഒരു കോടതി സംവിധാനത്തിൽ നടക്കുന്ന എല്ലാ തെളിവുകളോടും പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് മറ്റ് കേസുകളൊന്നും ഇവിടെ കൈകാര്യം ചെയ്യുന്നതല്ല. ഇവിടെ കൈകാര്യം ചെയ്യുന്നത് സഭയുടെ വിശ്വാസത്തെ അനുസരിച്ചുള്ള കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള തീർപ്പാണ് ഇവിടെ. ജുഡീഷ്യൽ വികാർ എന്നാണോ ആ പോസ്റ്റിൽ? ആ പദവിക്ക് ജുഡീഷ്യൽ വികാർ എന്നാണ് പറയുക. ഈ ആസ്ഥാനത്ത് വേറെ കുറേ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളൊക്കെ കാണാം. TSS, സന്ദേശ ഭവൻ, അതൊക്കെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ്? യെസ്, അത് വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയാണ് രൂപതയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് നൽകുന്ന വിശ്വാസ പരിശീലനം, അത് കാറ്റഗറ്റിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നറിയപ്പെടും.
അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് സ്കൂളുകളെ എല്ലാം നോക്കി നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഏജൻസി, കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി. അതുപോലെ തന്നെ സഭയുടെ നിരവധിയായ സാമൂഹിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവയൊക്കെയും ക്രോഡീകരിക്കുന്നതാണ് TSS എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കോവിഡ് കാലത്തൊക്കെ വലിയ പ്രവർത്തനമാണ് തെല്ലിച്ചേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ ചുരുക്കപ്പേരാണ് TSS. അതുപോലെ തന്നെ മറ്റ് കുടുംബ പ്രേക്ഷിതത്വം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് കുടുംബങ്ങൾ വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള കോഴ്സ് നടത്തുക, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ വ്യക്തികൾക്ക് 10 വർഷത്തിൽ താഴെയുള്ള ദമ്പതികളെ ഒരുമിച്ച് കൂട്ടി അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് എങ്ങനെ കരുത്തോടെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ പരിശീലനം നൽകുക. പ്രായമായ മാതാപിതാക്കൾ, വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന മാതാപിതാക്കൾക്കുള്ള റിഫ്രഷർ കോഴ്സുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെ സഹായിക്കുക എന്നുള്ളതാണ് കുടുംബ പ്രേക്ഷിതത്വം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ചിൽഡ്രൻ അപ്പോസ്തലേറ്റ്. അതിൻ്റെ കീഴിൽ പ്രധാനമായുള്ള സംഘടന എന്ന് പറയുന്നത് മിഷൻ ലീഗാണ്, തിരുബാല സഖ്യം എന്നൊക്കെ പറയുന്നു. എല്ലാ കത്തോലിക്ക കുട്ടികളും ഇതിലെ അംഗങ്ങളാണ് എന്നുള്ളതാണ്. അത് വ്യക്തിത്വ വികസനം, പ്രസംഗ പരിശീലനം തുടങ്ങിയ ഒരു കുട്ടിയുടെ എല്ലാ കഴിവുകളെയും വളർത്തിയെടുക്കുന്നതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ അപ്പോസ്തലേറ്റിൻ്റെ ലക്ഷ്യം. അതുപോലെ ഒരു സമുദായ സംഘടനയുണ്ട്. ക്രൈസ്തവ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് AKCC എന്നത്. കേരള കത്തോലിക്ക കോൺഗ്രസ് എന്നാണ് അത് മലയാളത്തിൽ അറിയപ്പെടുക. ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ സമീപകാലത്ത് വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. 1905 ഇത് ആരംഭിക്കുന്നതെങ്കിലും ഇടക്കാലത്ത് അത് വലിയ പ്രവർത്തനങ്ങളില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ സജീവമായ രംഗത്ത് വന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ എത്ര വിശ്വാസികളുണ്ടാവും ക്രൈസ്തവ സഭയ്ക്ക് ഈ രൂപതയ്ക്ക് കീഴിൽ? ഈ രൂപതയുടെ കീഴിൽ 3 ലക്ഷത്തോളം വിശ്വാസികളാണ് ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം. വൈദികർ എത്ര പേരുണ്ട് രൂപതയ്ക്ക്? വൈദികർ ഇപ്പോൾ നിലവിൽ 376 വൈദികർ. ഏറ്റവും കൂടുതൽ വൈദികരുള്ള ആർച്ച് ഡയസിസ് ഇതാണോ ശരിക്കും? അല്ല, കേരളത്തിൽ ഇതിനേക്കാളും വൈദികരുള്ള രൂപതകളുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, എറണാകുളം, അതൊക്കെ കൂടുതൽ. സന്യസ്തർ എത്ര പേരുണ്ടാവും സിസ്റ്റേഴ്സ്? അത് സന്യസ്തരുടെ എണ്ണം നമ്മുടെ ഇവിടെ ഒരു 3000-ഓളം സന്യസ്തർ വിവിധ പ്രവർത്തിക്കുന്നു. ഇതാണ് സഭയുടെ ഒരു ചെറിയ വിവരണം അല്ലേ? അപ്പോൾ പ്രേക്ഷകരൊന്നും ഈ ക്രൈസ്തവ സഭയെ കുറിച്ചൊക്കെ ആളുകൾക്ക് അറിയാം, പക്ഷേ എന്താണ് ഈ സംവിധാനം എന്നുള്ളത് പലപ്പോഴും പല ആൾക്കും മനസ്സിലാകാറില്ല. ശരിക്കും ജസ്റ്റിസ് VR കൃഷ്ണയ്യർ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഈ അഭിമുഖം നടത്തുന്നത്. ഈ വസതി അന്ന് വാങ്ങി വള്ളോപ്പള്ളി ബിഷപ്പിന്റെ കാലത്താണ് ഇത് വാങ്ങുന്നത്. അതുകൂടാതെ നശിച്ചു പോയിരുന്ന കപ്പരട്ടി ഭവൻ, നമ്മുടെ ചരിത്രമുറങ്ങുന്ന സഞ്ജയന്റെയൊക്കെ അല്ലേ, ആ കപ്പരട്ടി ഭവനും പുണ്യത്തുള്ളതും വാങ്ങിയത് രൂപത തന്നെയാണ്. അവിടെ നടക്കുന്ന എന്തൊക്കെ പ്രവൃത്തികളാണ് പിതാവേ? അവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഒരു മനഃശാസ്ത്ര കേന്ദ്രമായിട്ടാണ് അത് വളർത്തിയെടുത്തിരിക്കുന്നത്. അതായത് മനഃശാസ്ത്രത്തിൽ PhD നേടിയ വൈദികർ ഉൾപ്പെടുന്ന ഒരു വലിയ ടീം അവിടെ കൗൺസിലിംഗ് സംവിധാനം, വിവിധങ്ങളായ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് തെറാപ്പികൾക്കുള്ള ഒരു പ്രധാന കേന്ദ്രമാണത്. രണ്ടാമതായി ആ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല അഡിക്ഷൻ സെൻറ്റർ എന്ന് പേരെടുത്തിട്ടുള്ള പ്രതീക്ഷ അഡിക്ഷൻ സെൻ്ററാണ്. അവിടെ മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടു പോയിട്ടുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന, അവർക്ക് ചികിത്സ നൽകി 1 മാസത്തോ ചികിത്സയാണ് സാധാരണഗതി. അതിലൂടെ അനേകരെ ഈ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. അതാരംഭിച്ചിട്ട് ഇതിനോടകം 10,000-ലധികം വ്യക്തികളെ ഈ അഡിക്ഷൻ ചികിത്സയിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൽ ഒരു 10,000-7,000 പേരൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ മദ്യരഹിതരായി ജീവിക്കുന്നുണ്ട്. അത് വലിയ അച്ചീവ്മെൻ്റാണ്. അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. വീണ്ടും കുടിച്ച് പോയവർ വീണ്ടും തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷേ അതൊരു വലിയ നേട്ടമായിട്ട്, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രതീക്ഷ
ഡി അഡിക്ഷൻ സെൻറ്റർ. യെസ്. പിതാവ്, ഒരു ചോദ്യം, താങ്കൾ ശരിക്കും ജനിച്ചത് എവിടെയാണ്? ഞാൻ ജനിച്ചത്, ഞങ്ങളുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പൻ വല്യമ്മ എൻ്റെ അപ്പനൊക്കെ ജനിച്ചത് പാലായിൽ പൈക പ്രദേശത്താണ്. അവിടെ നിന്ന് അവർ 1940കളിൽ കുടിയേറിയവരാണ്. അവർ വന്ന് താമസിച്ചത് ഇരിട്ടിക്കടുത്ത് ചരൾ പ്രദേശത്ത്. ചരളിൽ ആണ് എൻ്റെ ജനനസ്ഥലം. മാതാപിതാക്കളുടെ പേര്? എൻ്റെ മാതാപിതാക്കൾ തോമസ്, മേരി എന്നിവരാണ്. കർഷകരായിരുന്നു. ഒരു കർഷകരാണ്. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 മക്കളായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത്. എത്രാമത്തെ ആളാണ്? ഞാൻ വീട്ടിലെ 5ാമനാണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹവും ഭാര്യയും അധ്യാപന ജോലിയിൽ നിന്ന് വിരമിച്ച് കുടുംബത്തിൽ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയതായ 3 പേര് സഹോദരിമാരാണ് എൻ്റെ മൂത്തവർ. ഒരാൾ ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലാണത്. മറ്റൊരാൾ മംഗലാപുരത്ത് വിവാഹിതയായ കുടുംബജീവിതം നയിക്കുന്നതാണ്. മറ്റൊരു സിസ്റ്റർ കൂടി ഉള്ളത്, അവർ സന്യാസിനിയാണ്. എന്ന് പറഞ്ഞാൽ സെൻറ്റ് അലോഷ്യസ് കോൺഗ്രിഗേഷനിലെ ഒരു സമർപ്പിതയായിട്ട് സേവനം ചെയ്യുന്നു. പിന്നെയുള്ളത് ഞാനാണ്. എൻ്റെ അനുജൻ ചെറുപുഷ്പ സഭയിലെ ഒരു വൈദികനാണ്. അദ്ദേഹം ഫിലോസഫിയിൽ PhD നേടി ഒരു തത്വശാസ്ത്ര അധ്യാപകനാണ്. സെമിനാരിക്കാരെ പരിശീലിപ്പിക്കുന്ന, വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന രംഗത്താണ് അദ്ദേഹം സേവനം ചെയ്യുന്നത്. ഏറ്റവും ഇളയ അനിയൻ, അദ്ദേഹം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്താണ് സേവനം ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ഫിനിക്സിലാണ് അദ്ദേഹവും കുടുംബവും ജീവിക്കുന്നത്. വൈദികര് 2 പേര്, ഒരാൾ ഞാനും കുടുംബത്തിൽ അനുജനും വൈദികരാണ്. സിസ്റ്റേഴ്സ് ഒരാൾ. അപ്പോൾ 3 പേര് സഭായമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി. പിതാവ് ശരിക്കും പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ചരളിൽ തന്നെ ഇങ്ങനെ മലയോര കർഷകർ പടുത്തുയർത്തിയ ഒരു സ്കൂളാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ. ആ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തുടർന്ന് എൻ്റെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സെൻറ്റ് തോമസ് ഹൈസ്കൂൾ കിളിയന്തറ. അതാണ്. അന്നും ഈ നടന്നു വന്നാണ്, ഇത്രയും ദൂരങ്ങളെല്ലാം നടന്നാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. റോഡ് തന്നെ പരിമിതമായിരുന്ന സാഹചര്യങ്ങളിലാണത്. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് നിർമ്മലഗിരി കോളേജിൽ, രൂപതയുടെ തന്നെ നിർമ്മലഗിരി കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ അന്ന് മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്സ് ആണ് ഞാൻ പഠിച്ചത്. എഞ്ചിനീയറിംഗ് ആയിരുന്നു. മാത്സ് ആവുമ്പോൾ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്നവർ എഞ്ചിനീയറിംഗും സെക്കൻഡ് എടുക്കുന്നവർ MBBS ആണല്ലോ ലക്ഷ്യം. അന്നേരം അന്നത്തെ സംവിധാനം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ബയോളജി സപ്ലിമെന്ററി കോഴ്സായിട്ട് രണ്ടും എടുക്കാൻ സാധിക്കുമായിരുന്നു. അല്ല, അന്ന് അങ്ങനെ എടുത്തിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി അവിടെ ഈ സ്കൂൾ കോളേജ് പ്രീ ഡിഗ്രി വരെയുള്ള കാലഘട്ടമൊക്കെ രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു? പൊതുരംഗത്ത് ഇടപെട്ടിരുന്നു അന്നങ്ങനെ രാഷ്ട്രീയത്തോട് രാഷ്ട്രീയം എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു രീതി. ചിലപ്പം സ്കൂളുകളിൽ പിള്ളേർ നമ്മളെ ഈ സ്കൂൾ റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെ തിരഞ്ഞെടുക്കുമായിരുന്നു. ക്ലാസ് ലീഡർ എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അപ്രകാരമുള്ള അതിനെ രാഷ്ട്രീയം എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതാണ് പ്രധാനപ്പെട്ട വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? സ്കൂൾ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് വിവിധങ്ങളായ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സയൻസ് ക്ലബ്ബുകൾ എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ ഈ വിവിധങ്ങളായ മത്സരങ്ങൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് വേണ്ടി പോവുക, അപ്രകാരമുള്ള വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി അത് അധ്യാപകർ നമ്മളോട് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള പല കാര്യങ്ങളും. നാട്ടിൽ പ്രാദേശികമായ കാര്യങ്ങളിൽ ഇടപെടലും പരിപാടിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? പ്രാദേശിക കാര്യങ്ങളിൽ അന്നുള്ള ഇടപെടൽ എന്ന് അവർക്ക് പറയുന്നത് വളരെ പരിമിതമാണ്. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു ബാലന് ചെയ്യാൻ പറ്റുന്നത് വളരെ പരിമിതമായ കാര്യങ്ങളാണ്. എങ്കിലും നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറഞ്ഞ ഒരു കുട്ടികളുടെ സംഘടനയാണ്. ആ സംഘടന നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ,
അതുപോലെ തന്നെ വീടുകളിൽ ചെന്ന് പിരിവെടുത്ത് രോഗികളെ സഹായിക്കുക, അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപ്പ ബാല്യത്തിൽ ഒരു ഡിഗ്രി 10ാം ക്ലാസ് കൂടി പല പണികളും ഒപ്പിക്കൂലോ ആളുകൾ. അങ്ങനെ വല്ല കുരുത്തക്കേടുകളും കുരുത്തക്കേടുകൾ അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തിരിക്കുന്നൊന്നുമില്ല, എന്നാലും ആ കാലഘട്ടത്തിലെ എല്ലാ പിള്ളേരെയും പോലെ ഉണ്ട് അല്ലേ? ഈ പ്രീ ഡിഗ്രി അതിനിടയിൽ ഈ പഠിക്കുന്ന ഇടയിൽ ഒരു മനുഷ്യന് ചില ആഗ്രഹങ്ങൾ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴും പ്രീ ഡിഗ്രിക്കൊക്കെ എത്തുമ്പോൾ എനിക്ക് ഇന്ന ആളാകണം എന്നൊരു മോഹം ഉണ്ടാവുമല്ലോ മനുഷ്യന്. അങ്ങനെ പിതാവ് ആഗ്രഹിച്ച ഒരു പദവി ഏതായിരുന്നു? ആഗ്രഹിച്ചൊരു ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതലേ നീ അച്ഛനാകാൻ വേണ്ടിയുള്ള ചില ആഗ്രഹങ്ങൾ ഞാൻ പ്രകടിപ്പിക്കുമായിരുന്നു. ഈ വൈദികനാകാൻ, അതായത് ഇങ്ങനെ ഒരു തോർത്തൊക്കെ എടുത്ത് തോളയിലിട്ട് ഈ കുർബാന പ്രാർത്ഥനകളൊക്കെ കൊച്ചായിരിക്കുമ്പോൾ ചെല്ലുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. വൈദികനാവുക എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്തെ ആഗ്രഹം എങ്ങനെയൊക്കെ കുറേ കുറഞ്ഞു പോയി. പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വീണ്ടും ആഗ്രഹം, എന്നാൽ അതിന് പോകാം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. പ്രീ ഡിഗ്രിയൊക്കെ മാർക്കെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? SSLC പ്രീ ഡിഗ്രിക്കൊക്കെ മാർക്കുകളൊക്കെ വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒന്നാമനായിട്ടാണ് എനിക്ക് എല്ലായിടത്തും. ഈ മെഡിസിന് പോകാനുള്ള ഒരു എൻട്രൻസ് എഴുതി അങ്ങനെ കിട്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഒരു ഓറിയന്റേഷനിലൂടെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഏതെങ്കിലും എൻട്രൻസുകൾ അങ്ങനെ എഴുതുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല? മറ്റ് പരീക്ഷകൾ ചിലത് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ടുകളെ കുറിച്ച് ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. ഈ ഒരു കാര്യത്തിലേക്ക് വന്നതുകൊണ്ട് ഞാൻ പിന്നെ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. വൈദികനാകാനുള്ള ഒരു മോഹം ഇപ്പം വീട്ടുകാർ പറഞ്ഞതാണോ പിതാവ് അങ്ങനെ ആ സമയത്ത്? വീട്ടുകാർ ഒരിക്കലും എന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് നന്നായി പഠിക്കുന്ന ഒരു കൊച്ചനായതുകൊണ്ട് വേറെ എന്തെങ്കിലും വഴിക്ക് പോകുന്നത് നല്ലതാണെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പഠിക്കാത്ത പഠനം കുറവുള്ള ഒരു വൈദികരായിക്കോട്ടെ എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അല്ല, അവരങ്ങനെ ഒരു പ്രത്യേകിച്ച് അതിലൊരു വ്യത്യസ്തത വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ വൈദികർ അങ്ങനെ ഇല്ലായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ ഇടയിലില്ല. എപ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ പിതാവിൽ ഉണ്ടായത് സ്ട്രോങ് ആയിട്ട്? അത് നമ്മുടെ ഇടവകളിൽ ജോലി ചെയ്യുന്ന വൈദികര്, അവരുടെ സേവനങ്ങള്, അവരുടെ നേതൃത്വം വഴി സമൂഹത്തിന് കൈവരുന്ന നന്മകള് ഒക്കെയും കണ്ടപ്പോൾ അവരുടെ റോൾ മോഡലുകൾ തീർച്ചയായും നമ്മളെ ആകർഷിക്കും. അങ്ങനെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു റോൾ മോഡൽ പറയാൻ പറ്റുമോ വൈദികരിൽ? തീർച്ചയായും അങ്ങനെ ഇഷ്ടം തോന്നിയ ഒരു റോൾ മോഡലാണ് ഫാദർ മാത്യു കിഴക്കേൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ സെമിനാരിയിലേക്ക് കൊണ്ടുവന്ന് വിട്ടത്. എവിടെയാണ് ആദ്യമായി സെമിനാരി ചേരുന്നത്? ഇവിടെ തലശ്ശേരി തന്നെ, ഇവിടുത്തെ രൂപതയുടെ കീഴിൽ ഒരു സെമിനാരി പറഞ്ഞില്ല. രൂപതയുടെ കീഴിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈദിക പരിശീലനം എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാൾ സാധാരണഗതിയിൽ 2 വർഷം മൈനർ സെമിനാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ അദ്ദേഹം +2 പഠിക്കണം. അപ്പോൾ മിനിമം 3 വർഷം ഇവിടെ പഠനം നടത്തും. അതൊരു ക്ലാസ്സുകളുടെ പഠനം മാത്രമല്ല, ഒരു ആധ്യാത്മിക പരിശീലനമാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനാത്മകമായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പൗരോഹിത്യത്തിൻ്റെ പുണ്യങ്ങൾ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത് തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾക്കുള്ള അടിത്തറ ലഭിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം ഇവിടെ പിതാവ് ആ 2 വർഷം ഇവിടെ 2 വർഷം ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടാണ് ഞാൻ പോയത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ സെമിനാരി എന്നറിയപ്പെടുന്ന മംഗലപ്പുഴ സെമിനാരിയിലേക്കാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയാണ്. ഇവിടുത്തെ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഈ കടൽ തീരത്ത് മലയോരത്ത് നിന്ന് ഇങ്ങോട്ടൊരു വരവാണല്ലോ. ചരലിൽ നിന്ന് തലശ്ശേരി, അന്ന് കടലില്ലല്ലോ, മലയോരത്തൊന്നും കടലില്ലല്ലോ. ഒരു കടൽ തീരത്തേക്കുള്ള വരവും അവിടുത്തെ ഒരു 2 വർഷത്തെ ജീവിതവും. ഈ കടല് നമ്മളെ ഭയാനകമാം ഇത് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഇങ്ങനെ അനന്തമായ വിശാലമായി പരന്ന് കിടക്കുന്ന കടല് ആദ്യ ദിവസം വന്നപ്പോൾ രാത്രിയിൽ എനിക്ക് തോന്നി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഒച്ചയും, പ്രത്യേകിച്ച് ഞാൻ വന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഭയങ്കരമായ തിരമാലകളുടെ വലിയ മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ അടി, ബഹളം. ഇവിടെ മനുഷ്യൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, ഇവിടെ ജീവിതം ദുസ്സഹമാണ്, മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സാവകാശം ഈ കടലവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയാത്ത മട്ടിൽ നമ്മൾ അതിനോട് അനുരഞ്ജനപ്പെട്ടു എന്നുള്ളതാണ് സത്യം. സാവകാശം ഈ പ്രകൃതിയും ഇവിടുത്തെ പരിശീലന പദ്ധതികളും ഇവിടുത്തെ വൈദികരുടെ ഇടപെടലുകളും
ഒക്കെയും നമ്മളെ ഇതിനോട് കൂടുതൽ ഇഷ്ടമുള്ളതാക്കി മാറ്റി. ആ 2 വർഷത്തെ പരിശീലനത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പണി നിർത്തിപ്പോണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ വന്ന ആദ്യത്തെ ദിവസങ്ങളിലല്ലാതെ പിന്നീട് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആരൊക്കെയായിരുന്നു അന്നത്തെ സഹപാഠികൾ? അന്നത്തെ സഹപാഠികളായിരുന്ന ഞങ്ങൾ വള്ളപ്പള്ളി പിതാവാണ് ഞങ്ങളെ സെമിനാറിൽ എടുത്തത്. പിതാവ് സെമിനാരിയിൽ എടുക്കാൻ ഞാൻ വളരെ വൈകിയാണ് സെമിനാരിയിൽ ചേരാൻ വന്നത്. സാധാരണ ജൂൺ മാസത്തിൽ സെമിനാരിയിൽ ആളുകളെ എടുക്കും. പിതാവ് പക്ഷെ ഞാൻ ജൂണും ജൂലൈയും കഴിഞ്ഞ് ഓഗസ്റ്റ് ആയപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ വികാരിച്ചൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് പിതാവിനെ എടുക്കുന്നത്. സാധാരണ അങ്ങനെ വൈകി എടുക്കുകയല്ല. അപ്പോൾ പിതാവ് പിന്നീട് എന്നോട് പറഞ്ഞു, എന്നെ എടുക്കാനുള്ള കാരണം പറഞ്ഞത് പിതാവ് മെത്രാനായതിൻ്റെ 33-ാം വർഷമായിരുന്നു. അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി പിതാവ് 33 വിദ്യാർത്ഥികളെ എടുക്കാൻ തീരുമാനിച്ചു. പിതാവ് 33 വരെ എടുക്കുകയും ചെയ്തു. പക്ഷേ ഒരാൾ വന്നില്ല. അപ്പോൾ 32ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വൈകി വന്ന പുത്രനായി വരുന്നത്. അങ്ങനെ പിതാവ് 33 എന്ന നമ്പർ തയ്ക്കാൻ വേണ്ടി നമ്മളെ കൂടി അതിനകത്തേക്ക് എടുത്തു. അന്ന് കൂടെ പഠിച്ചവർ ആ കാലഘട്ടത്തിലേക്ക് ഓർമ്മകളിൽ ഈ കടലില്ലാതെ ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും തലശ്ശേരി പറഞ്ഞാൽ പുതിയ നഗരത്തിലേക്കുള്ള വരവാണ്. എങ്ങനെയാണ് അന്ന് ഫീൽ ചെയ്തിരുന്നത്? തലശ്ശേരി എന്ന നഗരം വളരെ പൗരാണികത്വമുള്ളതാണ് എന്നും ഇതിന് വളരെ ആഴമുള്ളൊരു ചരിത്രമുണ്ട് എന്നും ആ നാളുകളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് പഠിക്കാൻ സാധിച്ചു. തലശ്ശേരിയിലെ കോട്ടകൾ, ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇല്ലിക്കുന്നിലെ സംവിധാനങ്ങൾ, ഇതെല്ലാം ഈ തലശ്ശേരിയുടെ ചരിത്രം. അതുപോലെ ലോഗൻസ് മാനുവൽ വായിക്കാൻ ഇടവന്നത് അങ്ങനെയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികം പഠിക്കാനില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കാനും അങ്ങനെ കൂടുതൽ മലയാള സാഹിത്യം ലോകത്തേക്ക് പ്രവേശിക്കാനും ഒക്കെയുള്ളൊരു നല്ല വാതിൽ തുറന്ന് കിട്ടിയത് ഈ തലശ്ശേരിയിലെ പഠനകാലത്താണ്. ഏറ്റവും നല്ല അനുഭവമാണ് പ്രീ ഡിഗ്രി കാലഘട്ടം. നിർമ്മലഗിരി പോയി പഠിച്ചു വരുന്നു. അതും ഒരു പുരാതനമായ കെട്ടിടമാണ് അല്ലേ, സെമിനാരി ഇരിക്കുന്നതും? അതെ അതെ, അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് രൂപത വാങ്ങിയതാണ്. ഒരു 200-ലധികം വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് വാങ്ങി. ഇത് ജസ്റ്റിസ് വി ആർ ആർച്ച് ബിഷപ്പ് ഈ അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്? പിന്നെ പോയത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലാണ്. അവിടെ 3 വർഷത്തെ തത്വശാസ്ത്ര പഠനമുണ്ട്. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും 1 കൊല്ലം പ്രായോഗിക പരിശീലനം കാലമാണ്. അതെവിടെയാണ്? അത് ഞാൻ ചെയ്തത് ഇവിടുത്തെ സന്ദേശഭവനിൽ ഒരു ഓഫീസിൽ, അതുപോലെ ഒരു ഇടവകയിൽ. എന്തൊക്കെ പണിയായിരുന്നു ചെയ്തിരുന്നത്? അവിടെ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, ഒന്ന് ഈ 1 വർഷം തരുന്നത് ഈ 6 കൊല്ലം കഴിഞ്ഞല്ലോ, ഈ പണി നമുക്ക് പറ്റിയതാണോ അല്ലയോ എന്ന് ഒരു ആത്മപരിശോധന സ്വയം നടത്താൻ സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു അവസരമാണ് 1 വർഷം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഭാവിയിൽ വൈദികനായാൽ ചെയ്യേണ്ടി വരുന്ന ജോലികൾ എന്നുള്ളതും നേരിട്ട് നോക്കി കാണാനുള്ള ഒരു അവസരമാണ് ഇടവക തലത്തിലുള്ള പരിശീലനങ്ങൾ, ഈ ഓഫീസ് തലത്തിലുള്ള പരിശീലനം. അപ്പോൾ ആ 1 വർഷത്തെ ഈ ഡ്യൂട്ടിക്ക് ഉള്ള ആളുടെ പേര് എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക? റീജന്റ് ബ്രദർ എന്നാണ്. ഈ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും? ബഹുഭൂരിപക്ഷം പേരും തിരിച്ചു പോകുന്നുണ്ട്. കുറച്ച് പേര് ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് അവർ അതിൽ നിന്ന് ലീവ് ചെയ്യും. ബാക്കി ബഹുഭൂരിപക്ഷം പേരും തിരികെ വൈദിക പരിശീലനത്തിലേക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? അത് കഴിഞ്ഞ് എന്നാണ് ദൈവശാസ്ത്ര പഠനം. അത് 4 വർഷം നീളുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ 6 1 7 7 4 11. അതെവിടെയാണ് പഠിച്ചത്? അതും ഇതേ സെമിനാരിയുടെ തന്നെ വേറൊരു ക്യാമ്പസ് ഉണ്ട്, മംഗലപ്പുഴ ക്യാമ്പസ് എന്ന് പറഞ്ഞത്. മറ്റേത് ഞങ്ങളുടെ പഠിക്കുന്ന കാലത്ത് കാർമൽഗിരി ക്യാമ്പസിലാണ് തത്വശാസ്ത്രം കഴിഞ്ഞ് പിന്നെ ദൈവശാസ്ത്രം. ദൈവശാസ്ത്രത്തെ കുറിച്ച് 4 വർഷം പഠിച്ചു കഴിയുമ്പോൾ കാലയളവിൽ എന്തൊക്കെ എല്ലാ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുക, അത് യേശുവിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുക? അത് ചോദ്യമാണല്ലോ. തീർച്ചയായും ക്രൈസ്തവ വിശ്വാസത്തിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ചും വളരെ ആഴത്തിൽ പഠനമുണ്ട്. അതോടൊപ്പം തന്നെ ഇതര മതങ്ങളെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള തത്വശാസ്ത്ര പഠനകാലത്ത് തന്നെ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യയിലെ വിവിധങ്ങളായ വിശ്വാസങ്ങളെക്കുറിച്ച്, വിശ്വാസ സംഹിതകളെക്കുറിച്ച്, ഇന്ത്യയുടെ തത്വചിന്തകളെക്കുറിച്ച്, ഉപനിഷത്തുകളെക്കുറിച്ച്, വേദങ്ങളെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായ പഠനങ്ങൾ ഈ ഫിലോസഫി കാലത്ത് തന്നെയുണ്ട്. ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് മതഗ്രന്ഥങ്ങളൊക്കെ എല്ലാം പെടും. അതായത് ഈ ഹൈന്ദവ അല്ലെങ്കിൽ ഭാരതീയ ചിന്തയിൽ നിന്ന് വരുന്ന വേദങ്ങളെക്കുറിച്ച്, ഉപനിഷത്തുകളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള വളരെ ആഴത്തിലുള്ള ചിന്ത. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദർശനങ്ങളുണ്ടല്ലോ,
ന്യായ ഫിലോസഫി തുടങ്ങിയ യോഗ ഫിലോസഫി, ഇന്ത്യയിലെ ഈ ഇന്ത്യൻ ഫിലോസഫിയിലെ ഈ 7 ഘട്ടങ്ങളെ അല്ലെങ്കിൽ 7 വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തെക്കുറിച്ച് ഇസ്ലാമോളജി എന്ന് പറയുന്നത് ഒരു ദൈവശാസ്ത്ര വിഷയമായിട്ട് തന്നെയാണ് ദൈവശാസ്ത്ര പഠനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് കേവലം ക്ലാസ് റൂം പഠനം മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ മോസ്കുകളിൽ പോയി അവിടെയുള്ള മൗലവിമാരുമായിട്ട് ഇരുന്ന് അവരിൽ നിന്നും ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന പ്രായോഗികമായ എക്സ്പീരിയൻഷ്യൽ പഠനവും വാസ്തവത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മംഗലപ്പുഴ സെമിനാരിയുടെ തന്നെ തൊട്ടടുത്ത് ഒരു വലിയ മോസ്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയാണ് വാസ്തവത്തിൽ അവരിൽ നിന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര വർഷത്തെ പഠനം പൂർത്തിയായിട്ടാണ് വൈദികൻ ആയി? സാധാരണഗതിയിൽ ഒരു 10-11 വർഷം വേണം ഒരു രൂപതാ വൈദികനായി പഠനം പൂർത്തിയായി. താങ്കളുടെ കേസിൽ എത്ര വർഷം എടുത്തു? ഞാൻ അതിൽ നിന്ന് 1 വർഷം എനിക്ക് കുറവുള്ളൂ. 10 വർഷം. എന്നിട്ട് വൈദികനായിട്ട് അതിൻ്റെ എന്താണ് പൗരോഹിത്യം സ്വീകരിക്കുക എന്നൊരു ചടങ്ങുണ്ട്. പൗരോഹിത്യ സ്വീകരണ എവിടെ വെച്ചിട്ടാണ് നടന്നത്? അത് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് നടന്നത്. എന്നെ ഞങ്ങൾ അന്ന് 8 പേര് ഒരുമിച്ചാണ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് വൈദികരായത്. അത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആഡംബരമായിട്ട് അല്ലെങ്കിൽ ഒരു വൈദിക പട്ട സ്വീകരണം എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. ഓരോരുത്തരും ഒറ്റയ്ക്ക് നടത്തുമ്പോൾ വലിയൊരു ചടങ്ങ്, വലിയ ആഘോഷം. ആ ആഘോഷങ്ങൾ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ പരിമിതമായി എല്ലാവരും ഒരുമിച്ച് ഈ പട്ട സ്വീകരണം കഴിഞ്ഞ് ഒരു 4 മണിക്ക് ഒരു ചെറിയ കാപ്പി കുടിച്ച് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. ലളിതമായിട്ടാണ് പട്ടം സ്വീകരിച്ചത്. പട്ടം സ്വീകരിച്ച അന്ന് ഞങ്ങളുടെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായിരുന്ന അന്നത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം പിതാവായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വചന സന്ദേശം നൽകിയതിന് അന്നത്തെ റിട്ടയർഡായിട്ട് ബിഷപ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാം സെമിനാരിൽ എടുത്ത മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ്. ആരാണ് ഈ 8 പേർ? അത്ര ലാളിത്യമുള്ള 8 പേർ? അതിൽ ഒരാൾ ഇപ്പോഴത്തെ AKCCയുടെ ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഫിലിപ്പ് കവിയിലച്ചനാണ്. മറ്റൊരാള് നോബിൾ ഓണംകുളച്ചനാണ്. അതുപോലെ തന്നെ ഇപ്പം കരുണാലയം സാന്ത്വനം എന്ന് പറഞ്ഞ ചെമ്പേരിയിൽ ഹോസ്പിറ്റലും അതുപോലെ വൃദ്ധമന്ദിരവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സെബാസ്റ്റ്യൻ ചേന്നോത്തച്ഛനുണ്ട്. അതുപോലെ തന്നെ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള ജീവകാരുണ്യത്തിന് വേണ്ടി നീക്കിവെച്ച് തെരുവിലെ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്ന ഒരു വൈദികനുണ്ട്, സെബാസ്റ്റ്യൻ മണപ്പാത്ത് പറമ്പിൽ. അദ്ദേഹം ഇപ്പോൾ കോട്ടയത്താണ് ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ ജോസഫ് പൂവത്തുവൽ ഇപ്പോൾ പ്രതീക്ഷ ഡയറക്ടറായി സേവനം ചെയ്യുന്നയാള്. നമ്മുടെ അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ മദർ ഹോം, പെരിയാരം മദർ ഹോം ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബെന്നി പുത്തന്നടയച്ചന്. ഇങ്ങനെ ഞങ്ങളാണ് ഈ ഒരുമിച്ച് പട്ടം സ്വീകരിച്ച് എല്ലാവരും ഓരോ മേഖലകളിൽ മിന്നി നിൽക്കുന്നവരാണ്, ഓരോ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ. തീർച്ചയായും. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ചുമതലയേറ്റത് ഏത് ഇടവകയിലാണ്? ഞാൻ അസ്തേന്തിയായിട്ട് സേവനം ചെയ്യുന്നത്. അസ്തേന്തി അസിസ്റ്റന്റ് എന്നുള്ള ഭാഷയും ഈ പറഞ്ഞതുപോലെ ലത്തീൻ ഭാഷ. അസിസ്റ്റന്റ് വികാരി എന്നുള്ള പദവിയാണ് സാധാരണ ആദ്യം. അസിസ്റ്റന്റ് വികാരിയായിട്ട് ഞാൻ പോയത് പേരാവൂർ സെന്റ് ജോസഫ്സ് കൊറോന പള്ളിയിലാണ്. രൂപതയിലെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ്. വികാരിക്ക് ലാറ്റിനിൽ എന്തെങ്കിലും? വികാർ എന്ന് പറയുന്നതിന് ലാറ്റിൻ വാക്കാണ്. അവിടെ സ്വതന്ത്ര ചുമതല കിട്ടുന്ന എവിടെയാണ് എപ്പോഴും? അതിനുശേഷം ഞാൻ ഒരു കൊല്ലം അവിടെ പ്രായോഗിക പരിശീലനവും ശുശ്രൂഷയുമാണ് ഈ അസിസ്റ്റന്റ് വികാരി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു 10 മാസം ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എന്നെ വികാരിയായിട്ട് സെയിൻറ് തോമസ് ചർച്ച് ദീപഗിരി, വലിയ അരീക്കമല മലയോര ആ പള്ളിയിലെ വികാരിയായിട്ട് അവിടെ ഞാൻ ഒരു 3 വർഷത്തോളം സേവനം. അത് കഴിഞ്ഞ് ആ സേവനകാലത്ത് ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളും അതുപോലെ മനുഷ്യരുമായിട്ട് ഇടപെട്ടതും നമുക്ക് നേരിട്ട് ഒരുപാട് മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അവിടെ ഒരു പള്ളി പണിയാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ല. അതിനു മുൻപ് എനിക്ക് ഉപരിപഠനത്തിന് വേണ്ടി
ബെൽജിയത്ത് ലുവൈൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അഭിമന്യ പിതാവ് എന്നെ നിയോഗിച്ചു. എന്തായിരുന്നു ഉപരിപഠന വിഷയം? ഞാൻ പഠിച്ചത് സേക്രഡ് സ്ക്രിപ്ചർ എന്ന് പറയും, അതായത് വിശുദ്ധ ബൈബിളിലെ കുറിച്ചുള്ള ഉപരിപഠനം. കൂടുതൽ ആഴത്തിലുള്ള എത്ര വർഷത്തെ പഠനമായിരുന്നു അവിടെ? അത് 2 വർഷം ലൈസൻഷിയേറ്റ് എന്ന് പറയും, അതായത് PG ഡിഗ്രിക്ക് സമാനമായത്. അതിനുശേഷമുള്ളതാണ് PhD ബിരുദം. അത് 3 വർഷം. 5 കൊല്ലം അവിടെ വിദേശത്തായിരുന്നു പഠനം. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാനിവിടെ രൂപതയുടെ ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടറായി സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലാണ് ഈ ലോകം മുഴുവനും പഠിതാക്കളുള്ള ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ദൈവശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിക്കാൻ തലശ്ശേരി അതിരൂപതയിൽ. ഈ എഴുത്തിന്റെ ലോകത്തേക്ക് എപ്പോഴാണ് ഇറങ്ങിയത്? ഈ 40 പുസ്തകങ്ങളൊക്കെ വിവിധ മേഖലകളെ കുറിച്ച് എങ്ങനെയാണ്, അതെങ്ങനെ, എപ്പോഴാണ്? എഴുത്തിന്റെ മേഖലയിൽ എനിക്ക് എഴുതാൻ ഞാൻ കൂടുതൽ പരിശീലിച്ചു. ഒന്ന് മൈനർ സെമിനാരിയിൽ തന്നെ. ആദ്യ പുസ്തകം ഏതായിരുന്നു? ആദ്യ എഴുത്ത് ഏതായിരുന്നു? ആദ്യ എഴുത്ത് എന്ന് ഒരുപക്ഷെ ലേഖനങ്ങളായിട്ടാണ് ആദ്യം എഴുതിയത്. ഞാൻ മംഗലപ്പുഴ സെമിനാരി പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ളൊരു പ്രസിദ്ധീകരണമുണ്ട്, മതവും ചിന്തയും എന്ന പേര്. ആദ്യം എഴുതിയ ലേഖനം ഏതാണ്? അതിനകത്ത് ആദ്യം എഴുതിയ ലേഖനം കേരള ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും. വിരുദ്ധ ചേരിയിലുള്ള ആളുകളല്ലേ? ബെന്യാമിന്റെ കഥയിൽ തന്നെ ക്രൈസ്തവ വർഷങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ച. യെസ്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമായിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ലേഖനം എഴുതിയത്. അതെങ്ങനെ ഈ ജനകീയ പ്രസ്ഥാനങ്ങൾ, ക്രൈസ്തവ ജനകീയ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് ജനകീയ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അന്ന് പിതാവിനുണ്ടായിരുന്ന ധാരണ എന്തായിരുന്നു ആ എഴുത്തിന്റെ കാലത്ത്? മൊത്തം കുഴപ്പക്കാരാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് പൊതുവെ വൈദികരും ക്രൈസ്തവ സഭയും സമൂഹവും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിരുന്നത് അകറ്റി നിർത്തേണ്ടവർ എന്ന നിലക്കായിരുന്നു ഒരു കാലത്ത്. അത് ഈ കഥകളിൽ അത് ഒരുപക്ഷെ ഈ വിമോചന സമരത്തിന്റെ ഒരു പരിസരങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ചിന്ത ഉണ്ടായിരുന്നില്ലേ? അതായത് എക്കാലത്തും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുണ്ടായിരുന്ന ഒരു അന്തരം എന്ന് പറയുന്നത് അവര് പ്രചരിപ്പിക്കുന്ന ഭൗതികവാദം. ഭൗതികവാദം, അതുപോലെ തന്നെ വർഗസമരം. അവര് ഇരുവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെ ഉള്ള നേട്ടമാണ്. അതേസമയം ഇവിടെ അത് ക്രൈസ്തവികതയിൽ പരസ്പരമുള്ള ക്ഷമ, വിട്ടുവീഴ്ച, സഹനം, ഇതൊക്കെയാണ് ക്രൈസ്തവികതയുടെ മൂല്യങ്ങൾ. ഈ 2 പ്രത്യയശാസ്ത്രപരമായ അകലങ്ങളാണ് ക്രൈസ്തവരും കമ്മ്യൂണിസവും തമ്മിൽ എക്കാലത്തും ഉണ്ടായിരുന്നത്. ആ അന്തരം. അതേസമയം പാർട്ടി ഇപ്പോൾ പറഞ്ഞു വിശ്വാസം കമ്മ്യൂണിസത്തിനെതിരല്ല, വിശ്വാസികൾക്ക് പാർട്ടിയിലെ അന്തരങ്ങൾ കുറെയൊക്കെ അലിഞ്ഞില്ലാതായിട്ടുണ്ട്. അല്ലെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ജീവിക്കുന്നവരല്ലല്ലോ അവര്. അതൊരു മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അവര് ഒരു ജനാധിപത്യ പാർലമെന്ററി സംവിധാനത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സംവിധാനം. മാത്രം അടർത്തി എടുത്തു കൊടുത്താൽ നമ്മുടെ റബ്ബർ താങ്ങുവില പോലെയാവും. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് ജീവിക്കുന്നവരല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി എന്ന് പറഞ്ഞാൽ റബ്ബറിന് 300 രൂപ താങ്ങുവില. അതേക്കുറിച്ചൊന്ന് പറയാമോ? അതാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം. അത് പലപ്പോഴും പിതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു BJP സന്തത സാഹചര്യമാണ് പിതാവ് എന്ന നിലയ്ക്കൊക്കെ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. എന്താണ് അതിനകത്തേക്കുള്ള നിലപാട്? രാഷ്ട്രീയമുണ്ടോ പിതാവിന്? എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ? അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമല്ലല്ലോ. കാരണം രാഷ്ട്രീയം ഇല്ലാത്തവർക്ക് ഇല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ട ചില നേതാക്കന്മാരുണ്ടാകാം. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നേതാവ്, ഏറ്റവും ഇഷ്ടമുള്ള നേതാവ്? ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ചോദിച്ചാല് വളരെ എനിക്കിഷ്ടമാണ്. രാജീവ് ഗാന്ധി നല്ലൊരു നേതാവായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ആളാണ്. അതുപോലെ നായനാര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എവിടെയുണ്ടെങ്കിലും ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കേൾക്കാൻ പോകും. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്രകാരമുള്ള പിണറായി എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവുള്ള പിണറായി വിജയൻ. പിണറായി വിജയൻ വളരെ വ്യക്തിബന്ധങ്ങൾ മാനിക്കുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ നിശ്ചയദാർഢ്യമുള്ള
ഒരു ഭരണകർത്താവാണ്. ഒരു ഭരണകർത്താവ് എന്ന നിലക്ക് കാരണം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം കേരളത്തിൽ സംജാതമായിട്ടുള്ള കുറേ നന്മകളുണ്ട്. ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നമുക്കറിയാം. അതിൻ്റെ ചരിത്രം, മലബാറിലെ ചരിത്രം അറിയാതെ ഒരു തൂമ്പ പോലും കുഴിപ്പിക്കാനോ ഒരു മീറ്റർ പൈപ്പിടാനോ സമ്മതിക്കാത്ത ചില ജില്ലകളിലൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൽ അതിപ്പോൾ മംഗലാപുരം റിഫൈനറി ആയിട്ട് കണക്ട് ചെയ്തു എന്ന് പറയുന്നത്. ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ ദേശീയപാതയ്ക്ക് സ്ഥലമെടുപ്പ് അതൊരു ഹെർക്കൂലിയൻ ടാസ്കായി നിൽക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങളായി പെൻഡിങ്ങിൽ കിടന്നു. അതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ അനന്തരഫലമാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഈ വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കാതെ പോയി എന്നുള്ള നിരീക്ഷണത്തിൽ കുറേയൊക്കെ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യം ഒരുപക്ഷെ കൂടിയാലോചനകൾക്ക് കുറവ് വരുത്താൻ ഇടവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളും ഇവിടെയുണ്ട്. അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദി അദ്ദേഹം മാത്രമായിത്തീരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഭരണക്രമം എന്ന ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിലായിരിക്കും എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ആരോപണങ്ങളെ അല്പം പോലും കൂസാതെ അദ്ദേഹം മുമ്പോട്ട് നീങ്ങുന്നത് കാണുന്നതും നമുക്ക് ഒരു പാഠമായി തോന്നാറുണ്ട്. യെസ്, ഈ ഫാമിലി ഇതിൻ്റെ തിരിച്ചിവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് സഹായമെത്രാൻ പദവിയിലേക്ക് വരികയല്ലേ ഇത് തലശ്ശേരി അതിരൂപതയുടെ ആദ്യത്തെ ഓക്സിലറി ബിഷപ്പല്ലേ ശരിക്കും? യെസ്, പെട്ടെന്ന് ഞാനിവിടെ വന്ന് 2006 ഞാൻ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നത്. ആ 11 വർഷങ്ങൾ ഞാൻ ഇവിടെ വിവിധങ്ങളായി ഇവിടെ തലശ്ശേരി രൂപതയിലും കേരളത്തിന് വെളിയിലുമൊക്കെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ വ്യാപൃതനായിരുന്നു. അതിനിടയിലാണ് 2017 സിറോ മലബാർ സഭയുടെ സിനഡാണ് എന്നെ ഈ രൂപതയുടെ മെത്രാനായി നിയമിക്കുന്നത്. ഈ സഭയുടെ ഉന്നതാധികാര സമിതിയായ സിനഡ് സൂനകദോസാണ്. ആ സൂനകദോസ് ആണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വിവിധങ്ങളായ പ്രക്രിയകൾ പൂർത്തിയാക്കി അവർ തെരഞ്ഞെടുത്ത് കഴിയുമ്പോഴാണ് അതിന് തിരഞ്ഞെടുത്തിട്ട് ഇന്നയാളെ ഞങ്ങൾ തിരഞ്ഞെടുത്തു, ആളെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് റോമിൽ മാർപ്പാപ്പായ്ക്ക് അപേക്ഷിക്കും. മാർപ്പാപ്പ അതേക്കുറിച്ച് പഠനം നടത്തി അംഗീകരിച്ചു എന്ന് പറയുമ്പോഴാണ് ഒരാൾ മെത്രാനായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ആർച്ച് ബിഷപ്പായി വരുന്നത്. ഓക്സിലറി ബിഷപ്പുമാരെല്ലാം ആർച്ച് ബിഷപ്പാകണമെന്നൊരു നിയമമാണ്. അദ്ദേഹം സഹായമെത്രാണ്. ഈ വീണ്ടും ഇതേ പ്രക്രിയകൾ തന്നെ ഒരു പുതിയ മെത്രാനെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെയുള്ള പ്രക്രിയകൾ ഈ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയുണ്ട്. അതിനുവേണ്ടിയും സൂനകദോസിൽ വോട്ടെടുപ്പുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അത് മാർപ്പാപ്പായ്ക്ക് സമർപ്പിക്കണം. അദ്ദേഹം അത് അംഗീകരിച്ച് കഴിയുമ്പോഴാണ് ആർച്ച് ബിഷപ്പായി തീരുന്നത്. ഈ രണ്ട് പദവികളിലേക്ക് എത്തുമ്പോൾ ഒരു മാനസിക അവസ്ഥ, ഒരു വൈദികൻ എത്താവുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ഇപ്പോൾ മാർപ്പാപ്പയാണ്. ഇത് കഴിഞ്ഞാൽ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞാൽ പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് അല്ലേ? അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് കഴിഞ്ഞുള്ളത് സഭാഭരണത്തിൽ മാർപ്പാപ്പയാണ്. അപ്പം അതിൻ്റെ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർപ്പാപ്പ, മേജർ ആർച്ച് ബിഷപ്പ്, അങ്ങനെ ആകാൻ സാധ്യതയുള്ള ഒരു പദവിയാണിത്. അങ്ങനെ സ്റ്റെപ്പുകൾ എന്ന് ഇതിനകത്ത് കാര്യമില്ല. കാരണം ഇവിടെ എല്ലാം ശുശ്രൂഷ പദവികൾ മാത്രമാണ്. നമ്മളെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ കൂടുതലായി ത്യാഗം അതിനകത്തേക്ക് ആവശ്യപ്പെടുന്നു. കൂടുതലായി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിമർശനങ്ങൾക്ക് വിധേയമാകും. ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ അവരെ വിമർശിച്ചാൽ അവർക്ക് വ്യക്തമായ മറുപടികളൊക്കെ പറയാം. അതേസമയം ഇവിടെ നമ്മളെല്ലാവരും നിശബ്ദമായി കേൾക്കേണ്ടി വരുന്നു പലതും. പക്ഷെ പിതാവിടൊക്കെ പ്രതികരിക്കാറുണ്ടല്ലോ. പ്രതികരിക്കുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രതികരിക്കാറില്ല. പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച്, കർഷക ജനതയെ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തീർച്ചയായും ഞാൻ പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ കുറേ ഭാഷകൾ 7 ഭാഷകളോ മറ്റോ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അതങ്ങനെ അതിൽ 2-3 ഭാഷകളിൽ PG ഉണ്ട് അല്ലേ, ഡിപ്ലോമ. ഏതൊക്കെയാണത്? അത് ഞാൻ പഠിച്ചത് ഈ ബൈബിൾ ആയതുകൊണ്ട് ബൈബിൾ പഠിക്കാൻ ആവശ്യമായ പൗരാണിക ഭാഷകളുണ്ടല്ലോ, അതായത് ഹീബ്രു, ഗ്രീക്ക്, അതുപോലെ തന്നെ അരമായ,
അതുപോലെ ഏത് ഭാഷയാണ് ശരിക്കും അരമായ ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷയാണ്. അത് ഹീബ്രുവിന്റെ ഒരു വകഭേദമായിട്ട് വരുന്നത്. അത് ഈ അറബി പോലെയുള്ള ആ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് ഈ ഹീബ്രു. ഇതെല്ലാം അറബിയോട് സാമ്യമുള്ളതല്ലേ ഈ ഹീബ്രുവും അരമായ ഭാഷയും അതിനോട് സാമ്യമുള്ളതാണ്. അത് എപ്പോഴെങ്കിലും കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈ അറബിയോട് സമാനമായ ഭാഷയിൽ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ പിതാവ് അറബിയാണ് പറയുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ആളുകൾ? അങ്ങനെ പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. അങ്ങനെ മൊത്തം 7 ഭാഷകൾ. ഭാഷകൾ അങ്ങനെ എണ്ണം പറഞ്ഞ് പറയേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താണ് ഇനി ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഇപ്പം ഉള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആലോചനകൾ തലശ്ശേരി അതിരൂപതയുടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സമ്മാനിക്കാവുന്ന പുതിയ ചിന്തകൾ? ഞങ്ങൾ ബഹുഭൂരിപക്ഷം കർഷകരുടേതായ ഒരു രൂപതയാണിത്. ഈ ഇവിടുന്ന് ഈ പഠനം കഴിഞ്ഞ് യുവജനങ്ങളെല്ലാം വിദേശത്തേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരെ ഇവിടെ തന്നെ നിലനിർത്താൻ തക്ക വിധത്തിൽ അതേസമയം കാർഷിക മേഖലയും കൂടി പരിപോഷിപ്പിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സർക്കാരിൻ്റെമായി സഹകരിച്ച് ഒരു വ്യവസായ പാർക്ക് ഞങ്ങൾ രൂപതയ്ക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. രൂപത അതിനുവേണ്ടി ഒരു പ്രൈവറ്റ് വ്യവസായ പാർക്കാണ്. അവിടെ ഇപ്പോൾ 10 ഏക്കർ സ്ഥലമാണ് നമ്മൾ അതിനുവേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. അത് കുന്നോത്ത് രൂപത ബയോ മൗണ്ടൻ എന്ന പേരിൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ആ വസ്തുക്കള് കർഷകർക്ക് പ്രയോജനപ്പെടുത്തുക, ഇതാണ് അതിൻ്റെ ആത്യന്തികമായ പദ്ധതി. അതുപോലെ അതായത് നമ്മുടെ കറി മസാലകൾ ഉൽപ്പാദിപ്പിക്കുക, ചക്ക സംസ്കരിക്കുക, കപ്പ സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുവാക്കി മാറ്റുക, വാഴപ്പഴം സംസ്കരിച്ച് മാറ്റുക, അതുപോലെ കശുവണ്ടി സംഭരിച്ച് അതിനെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി കയറ്റുമതി ചെയ്യുക. ഇങ്ങനെ എല്ലാം ഒന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രക്രിയയാണ്. 1-2 സാധനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു. വിവിധ കാര്യങ്ങൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണിത്. അതിലൂടെ ഇവിടെ അനേകർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, കർഷകർക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മതങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന കേരള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിൽ വല്ലാതെ അകലുകയും വെറുപ്പിൻ്റെ ഒരു കാലം, എവിടെ നോക്കിയാലും മതങ്ങളുടെ പേരിലാണ് മനുഷ്യർ തമ്മിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യർ തമ്മിൽ പേരുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമ്പോൾ 2 മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഉള്ളിൽ വെറുപ്പ് അലയടിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. പിതാവ് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ ഈ അവസ്ഥയെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അത്? എങ്ങനെയോ വന്നു ഭവിച്ചൊരു ദുരന്തത്തിൻ്റെ ചിന്തയായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം സ്വന്തം മതവിശ്വാസത്തെക്കുറിച്ച് ആഴത്തിൽ ബോധ്യമുള്ള ഒരാൾക്കും മറ്റൊരാളെ ശത്രുവായി കരുതാനോ മറ്റൊരു മതവിശ്വാസിയെ വെറുക്കാനോ സാധിക്കും. ക്രൈസ്തവന്റെ വിശ്വാസം അനുസരിച്ച് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതായത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റണം. അതാണ് ബൈബിളിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചു, അതാണ് ക്രിസ്തു. ദൈവം ക്രിസ്ത്യാനിയായി അവതരിച്ചതല്ല ക്രിസ്തു, ദൈവം മനുഷ്യനായി അവതരിച്ചു. അപ്പോൾ ഈ മാനുഷികതയ്ക്ക് ദൈവികതയോളം മൂല്യമുണ്ട് എന്നുള്ളതാണ് ക്രൈസ്തവരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് ക്രൈസ്തവർ ജീവകാരുണ്യ പ്രവർത്തികൾ നടത്തുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്നുള്ളത് സത്യമാണ്. ഈ ഒരു ചിന്താഗതിയിൽ പല മതങ്ങളിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം. ക്രൈസ്തവരുടെ ഇടയിലും ഈ ഒരു വിഭാഗീയ ചിന്താഗതികൾ വളർത്തിയെടുക്കാൻ ചിലർ പരിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതര മതങ്ങളിലും ഈ വിഭാഗീയ ചിന്തകൾ വളർന്നു വന്നതോടുകൂടി പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് മതങ്ങളെ ഇപ്രകാരം വിഭാഗീയമായി ചിന്തിക്കാൻ പലരും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അത് മനസ്സിലാക്കാതെ മതങ്ങൾ തമ്മിൽ അകലാൻ തുടങ്ങുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലേക്ക് നീങ്ങും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ്. ജാഗ്രത പുലർത്തണം. തീർച്ചയായും. നമ്മുടെ പ്രേക്ഷകരോട് ഒടുവിൽ എന്താണ് സക്സസ് സ്റ്റോറിയിൽ പങ്കെടുത്തിട്ട് പറയാനുള്ളത്? താങ്കൾക്ക് 101ാമത്തെ എപ്പിസോഡിലാണ് താങ്കൾ വരുന്നത്. പറഞ്ഞ് നമുക്ക് കണ്ണൂർ വിഷൻ ഈ മലയോര മേഖലകളിൽ മുഴുവനും വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരുപാട് നല്ല പ്രോഗ്രാമുകളിലൂടെ ജനമനസാക്ഷിയിൽ
അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലെ പ്രധാന ഒരു പ്രോഗ്രാമാണ് സക്സസ് സ്റ്റോറി. അനേകരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ, വളരെ നന്ദിയുണ്ട് പിതാവ്. വിലയേറിയ സമയമാണെന്ന് സക്സസ് സ്റ്റോറിയുടെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.